ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും അറിഞ്ഞു കാണും RRB ജെയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തത്. നോട്ടിഫിക്കേഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പലരും അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടും ഉണ്ടാവാം. RRB നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓരോ പോസ്റ്റുകളെ പറ്റിയും കൃത്യമായിട്ടൊരു ധാരണയില്ല. ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം, എങ്ങനെ ഏതൊക്കെ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ഡീറ്റെയിൽസാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. ജനറലി നമ്മൾ നോട്ടിഫിക്കേഷനെ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒരു 1-2 മിനിറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഓൾറെഡി ടെക്നീഷ്യനും ALP ഒക്കെ അപ്ലൈ ചെയ്തവരായിരിക്കും നിങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് പോസ്റ്റുകളും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെയാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം 29 ഓഗസ്റ്റ് 29 വരെയാണ് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 29 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ ഡിപ്ലോമ ഫൈനൽ ഇയർ പഠിക്കുന്ന ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നോട്ടിഫിക്കേഷൻ ഡേറ്റിൽ നിങ്ങൾക്ക് കയ്യിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മിനിമം ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈനായിട്ട് ഏത് RRB ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ആ RRBയുടെ സൈറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു പക്ഷേ നിങ്ങൾ ഇതിന് മുമ്പേ ALP അല്ലെങ്കിൽ അത് ടെക്നീഷ്യൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോഗിൻ IDയും അതിൻ്റെ പാസ്വേഡും മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ALP ചെയ്തത് തിരുവനന്തപുരം സോണാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം RRB ആണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെന്നൈ RRB ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ആ ലോഗിൻ ഡീറ്റെയിൽസും അത് അവിടെയും വാലിഡ് ആയിരിക്കും. ഓൾ ഓവർ ഇന്ത്യ ഒറ്റ സിസ്റ്റത്തിലാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മുമ്പുള്ള ലോഗിൻ IDയും പാസ്വേഡും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ സോണിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. റെയിൽവേ ഒരിക്കലും നിങ്ങൾ ഒരു ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ റെയിൽവേ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും റെയിൽവേയിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റില്ല. അഥവാ സപ്പോസ് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കയറി കഴിഞ്ഞാൽ കൂടെ റെഗുലർ പീരീഡിൽ റെയിൽവേയിൽ മെഡിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ക്രൈമായിട്ടാണ് റെയിൽവേ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ALPയുടെ കേസിലായിരുന്ന സമയത്ത് ഒരൊറ്റ മെഡിക്കൽ ഫിറ്റ്നസ് ആണ് A1. പക്ഷേ ഇവിടെ ജെയുടെ കേസിൽ വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പോസ്റ്റുകളുണ്ട്, പലതരത്തിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഓരോ പോസ്റ്റിനും വരുന്നത്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിനുള്ള മെഡിക്കൽ ഫിറ്റ്നസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ ഡീറ്റെയിൽസ് RDSOയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ റെയിൽവേയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിന് 36 വയസ്സ് വരെയാണ് മാക്സിമം ഏജ് കൊടുത്തിരിക്കുന്നത്. കാരണം 2 വർഷം കൊറോണ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് 36 വയസ്സാണ് മാക്സിമം ഏജ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. മറ്റൊരു കാര്യം, ഞാൻ വാക്കൻസി പറയാൻ വിട്ടുപോയി. വാക്കൻസി വളരെ ചെറിയൊരു വാക്കൻസിയാണുള്ളത്. 7951 വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തത്. പല പോസ്റ്റുകളിലേക്കും വാക്കൻ്റ് ഇല്ല, പല പോസ്റ്റുകളിലേക്കും വളരെ ചെറിയ 10-ൽ താഴെ വാക്കൻസിയാണ് പല സ്ഥലങ്ങളിലും പല പോസ്റ്റുകൾക്കും ഉള്ളത്. ഇത് കെമിക്കൽ സൂപ്പർവൈസർ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ആളുകൾക്ക്, ഞാൻ മെയിനായിട്ട് ഇലക്ട്രിക്കൽ പാസ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്ക് ഒരിക്കലും ഈ ഒരു കെമിക്കൽ സൂപ്പർവൈസറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് RRB ഗോരഖ്പൂരിൽ മാത്രമുള്ള ഒരു വേക്കൻസിയാണ്. എങ്കിൽ കൂടെ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിപ്പോസ് മെറ്റീരിയൽ സൂപ്രണ്ട് ഒക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ. 36 വയസ്സാണുള്ളത്. ഇതിന് 4 സ്റ്റേജ് ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. 2 സ്റ്റേജിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ ഉണ്ടാവും, CBT 1ഉം CBT 2ഉം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ സെലക്റ്റഡ് ആയത് ആ സെലക്റ്റഡ് ആയ പോസ്റ്റിലേക്കുള്ള മെഡിക്കൽ എക്സാമിനേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 രൂപ തിരിച്ച് കിട്ടും. CBT 1 അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ തിരിച്ച് കിട്ടും. ഇനി നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A3, B1, B2, C1 ഈ 4 കാറ്റഗറിയിലാണ് നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ വരുന്നത്. ഈ 4 കാറ്റഗറിയിൽ വേണ്ട ഫിറ്റ്നസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം.
അതേപോലെ തന്നെ പ്രധാനമായിട്ടും റെയിൽവേയിൽ കണ്ണാണ് മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുക. അതിൽ ഡിസ്റ്റൻറ്റ് വിഷന്, നിയറസ്റ്റ് വിഷന്, അതേപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ്, ബൈനോക്കുലർ വിഷന്, നൈറ്റ് വിഷൻ തോന്നി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യും. അതിനകത്ത് ഓരോ കാറ്റഗറിയിലും വേണ്ട മിനിമം റിക്വയർമെൻറ്റ്, ഓരോ കാറ്റഗറിയിലും നിർബന്ധമായിട്ടും വേണ്ട റിക്വയർമെൻറ്റ്, മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, നിർബന്ധമായിട്ടും വേണ്ട റിക്വയർമെൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. ദെൻ അതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഫീസിൻ്റെ കാര്യം പറഞ്ഞു. 500 രൂപയാണ് ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാം. നിങ്ങൾ ഫസ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 400 രൂപ തിരിച്ചു കിട്ടും. അടുത്തത് നമ്മളുടെ എക്സാമിനേഷൻ പാറ്റേൺ ആണ്. രണ്ട് CBT ടെസ്റ്റുകൾ ഉണ്ടാകും, CBT 1 CBT 2. CBT 1 എന്ന് പറയുന്നത് നമുക്ക് 90 മിനിറ്റുള്ള 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 100 ക്വസ്റ്റ്യൻസ് ഉള്ള 100 മാർക്കിൻ്റെ എക്സാമാണ്. അതിനകത്ത് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. ഇത് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ഇങ്ങനെ 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു എക്സാമിന് ഉണ്ടായിരിക്കുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ടെക്നിക്കൽ ടോപ്പിക്സുകളൊന്നും വരുന്നില്ല. രണ്ടാമത്തെ സ്റ്റേജിലാണ് ടെക്നിക്കൽ ടോപ്പിക്സുകൾ വരുന്നത്. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 40% മാർക്ക് മിനിമം, 40% മാർക്ക് മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുള്ളൂ അൺറിസർവ്ഡിന്. OBCക്ക് 30%. പക്ഷേ ഇതിനർത്ഥം നിങ്ങൾക്ക് 40% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ CBT 1 ക്വാളിഫൈ ചെയ്തു എന്നല്ല. CBT 1 നിന്നും അവരെടുക്കുന്നത് എത്രയാണോ വേക്കൻസി ഉള്ളത് അതിൻ്റെ 15 ടൈംസ് മാത്രമാണ് CBT 2ലേക്കുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 15 ടൈംസ് അതും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം. നിങ്ങൾക്ക് മിനിമം 40% മാർക്കും ഉണ്ടായിരിക്കുകയും വേണം. ഇനി സെക്കൻഡ് സ്റ്റേജിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. അതിൽ 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ജനറൽ അവയർനെസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് ടെക്നിക്കൽ അബിലിറ്റീസ്. ഇതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് വരുന്നത് ജനറൽ അവയർനെസ്സും ആ 150 ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. 150 ക്വസ്റ്റ്യൻസിൽ 100 ക്വസ്റ്റ്യൻസ് ഇവിടെ ടെക്നിക്കലിലേക്കും ബാക്കി 50 ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ ജനറൽ ടോപ്പിക്കിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ടെക്നിക്കൽ ഒന്നുമില്ല എങ്കിലും അവിടെ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് മാത്സും ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഒക്കെയാണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ടെക്നിക്കൽ അബിലിറ്റിയാണ്. അപ്പോൾ ഏത് ബ്രാഞ്ചാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ബ്രാഞ്ച്, പക്ഷേ നമ്മൾ ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ അലൈഡ് ബ്രാഞ്ചിലെ ഒരു സിലബസ്, ഒരു 11 സബ്ജക്റ്റ് ഉള്ള ഒരു സിലബസ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ കൊടുത്ത ആ സിലബസിലുള്ള സബ്ജക്റ്റുകൾ ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ ജനറൽ അവയർനെസ്, 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, അതൊക്കെ 10ാം ക്ലാസ് വരെയുള്ള കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിംഗ് ആ ലെവലിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. അത് ടെസ്റ്റിങ്ങിൽ വരുന്നതായിരിക്കും. 10 മാർക്ക് എങ്ങനെ അതിനുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഫോംസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരുപാട് ഫോംസുകളാണ്. ഈ ഫോംസുകൾ അതായത് ഫോമുകൾ, ഈ OBC ഡിക്ലറേഷൻ, EWS, അങ്ങനെ ഇതെല്ലാം ഇതേ ഫോർമാറ്റിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് കൺസേൺഡ് അതോറിറ്റിയിൽ നിന്നും സൈൻ ചെയ്യിക്കാം. അതെല്ലാം നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളും ആക്സെപ്റ്റബിൾ ആണ്. ഇനി നമ്മുടെ സിലബസിൽ വരുന്നത്, ടെക്നിക്കൽ സിലബസിൽ വരുന്നത് ബേസിക് കൺസെപ്റ്റ്, സർക്യൂട്ട് ലോ, മാഗ്നറ്റിക് സർക്യൂട്ട്, AC ഫണ്ടമെന്റൽസ്, മെഷറിംഗ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, സിങ്ക്രണസ് മെഷീൻസ്, ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ്, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഇലക്ട്രിക്കലിൽ വരുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് നമ്മളുടെ പോസ്റ്റുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും അതിൽ എന്തൊക്കെയാണ് ജോലി വരുന്നത്, വർക്ക് വരുന്നതൊക്കെയാണ്. ഇതാണ് മെയിനായിട്ട് വരുന്നത്. പോസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഈ ഒരു പോസ്റ്റ് പാരാമീറ്റേഴ്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കലാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ഈ പോസ്റ്റുകളൊക്കെ ഇലക്ട്രിക്കൽ തന്നെയാണ്, പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറുകയാണ് ചെയ്യുക. ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, പ്രൊഡക്ഷൻ യൂണിറ്റ്, R&D. ഇത് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ സിലബസിൽ CAD പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡ്രോയിങ് ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമിന് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും റെയിൽവേ തരുന്നതായിരിക്കും. അപ്പോൾ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് സെക്ഷൻ, പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ, അതേപോലെ തന്നെ R&D എന്ന് ഉദ്ദേശിക്കുന്നത് RDSO അല്ലെങ്കിൽ റെയിൽവേയുടെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ റെയിൽവേ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. ഇത് ഒരു ഡിവിഷനിൽ സ്വാഭാവികമായിട്ടും വളരെ കുറച്ച്, ഒരു ഡിവിഷനിൽ 10ൽ താഴെയൊക്കെ വരുന്ന വേക്കൻസികളെ, മൊത്തം പോസ്റ്റിങ്ങുകൾ അത്രേ ഉണ്ടാവുള്ളൂ. വളരെ കുറഞ്ഞ വേക്കൻസി ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് എന്ന് പറയുന്നത്.
അടുത്തത് അത്യാവശ്യം വാക്കൻസി വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ജനറൽ സർവീസസ്. ജനറൽ സർവീസസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റേഷൻ ലൈറ്റിംഗ്, അതേപോലെ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളുടെ ലൈറ്റിംഗ്, ക്വാർട്ടേഴ്സുകളുടെ ലൈറ്റിംഗ്, ജനറലി ഇലക്ട്രിക്കലായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് ജനറൽ സർവീസസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ്. ജനറൽ സർവീസസ് നമുക്കിപ്പോൾ ഒരു സ്റ്റേഷൻ ഉണ്ട്, സ്റ്റേഷൻ ലൈറ്റിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റേഷനിലെ മൊത്തം ഇലക്ട്രിക്കൽ സപ്ലൈ ആയി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജനറൽ സർവീസസ് ആണ്. ഇവിടെ സ്വാഭാവികമായിട്ടും വേക്കൻസി കൂടുതലായിരിക്കും. അടുത്തത് EMU ആൻഡ് TRS. EMU എന്ന് പറയുന്നത് ട്രെയിനിൽ നിങ്ങളൊരു കണ്ടിട്ടുണ്ടാകും EMU ട്രെയിനുകൾ. അപ്പോൾ EMUക്ക് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് റെയിൽവേയിലുള്ളത്. EMUയുടെ മെയിൻ്റനൻസ്, EMUയുടെ സർവീസ്, ഇതെല്ലാം ചെയ്യുന്നത് EMU എന്ന് പറയുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇലക്ട്രിക്കലി മൾട്ടിപ്പിൾ യൂണിറ്റ്. അപ്പോൾ ആ EMU ആയി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് EMU എന്ന് പറയുന്നത്. ഇനി ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈൻ RDSO അല്ലെങ്കിൽ R&Dയിലേക്ക് വരുന്നതാണ്. TRD എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്, ട്രാൻസ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ട്രാൻസ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ OHE റെയിൽവേയിൽ ട്രാക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ ഇൻസ്റ്റലേഷൻസ്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻസ്പെക്ഷൻസ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയറാണ് TRD ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഇതൊരു സൈറ്റ് വർക്കാണ്. ബാക്കിയുള്ളതെല്ലാം ഒരു സൈറ്റ് മീൻസ് ഓൺലൈൻ വർക്കാണ്. ഇത് ഓൺലൈനാണ് വരിക. ബാക്കിയുള്ളതെല്ലാം നിങ്ങളൊരു ഫിക്സഡ് സ്ഥലത്ത് പോസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും. നിങ്ങൾക്ക് വേറെ ആ സ്റ്റേഷൻ വിട്ടൊന്നും പോകേണ്ടി വരില്ല. പക്ഷേ TRD എന്ന് പറയുന്നത് ഒരു ഓൺലൈനാണ്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അതിന് നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോസ്റ്റിംഗ് ആയാൽ കൂടെ നിങ്ങൾക്കൊരു റീജിയൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കിലോമീറ്റർ സെക്ഷനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ ആ ഒരു കിലോമീറ്റർ സെക്ഷൻ്റെ മൊത്തം ഇൻചാർജ് നിങ്ങളായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓൺലൈൻ വർക്കായിരിക്കും കൂടുതലും അതിനകത്ത് വരുന്നത്. ഇനി ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്സ് ഉണ്ട്. ഷെഡുകളുണ്ട്, മെയിൻ ഷെഡ് വേറെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ കാരേജ് ആൻഡ് വാഗണിൻ്റെ വർക്ക്ഷോപ്സുകൾ, റെയിൽവേയുടെ മെയിൻ്റനൻസ് ഒക്കെ എടുക്കുന്ന വർക്ക്ഷോപ്പുകളിലൊക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇൻ വർക്ക്ഷോപ്സ്. ഇത് എവിടെയൊക്കെയാണോ റെയിൽവേയിലേക്ക് വർക്ക്ഷോപ്സ് ഉള്ളത് അവിടെ മാത്രമേ ഈ ഒരു പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ പോസ്റ്റും എല്ലാ RRBയിലും ഉണ്ടാവണം, എല്ലാ RRBയിലും ഉണ്ടാവും, പക്ഷേ എല്ലാ ഡിവിഷനുകളിലും ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു സെറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് കാറ്റഗറിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് അടുത്തൊരു സെറ്റ് എന്ന് പറയുന്നത് ട്രാക്ക് മെഷീൻ. ഇത് ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ള ഒരു കാറ്റഗറിയാണ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത്. ഇനി വരുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. ഇതിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നോർമലി സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് മെയിനായിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുന്നത്. അതിൽ ഒരു പോസ്റ്റ് ട്രാക്ക് മെഷീൻ. നിങ്ങളൊരു പക്ഷേ പല സ്ഥലങ്ങളിലും റെയിൽവേയിൽ കണ്ടിട്ടുണ്ടാകും ചെറിയ ഒരു മഞ്ഞ റെയിൽവേയുടെ പലതരത്തിലുള്ള മെഷീനുകൾ, ട്രാക്കിൽ ഓടുന്ന മെഷീനുകൾ. റെയിൽവേ ട്രാക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും ട്രാക്കിൻ്റെ ബാക്കിയുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന മെഷീൻസാണ് ട്രാക്ക് മെഷീൻസ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ട്രാക്ക് മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ട്രാക്ക് മെഷീൻ്റെ ഓപ്പറേറ്ററാണ് മെയിനായിട്ട് ട്രാക്ക് മെഷീൻ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഇതും ഒരു ഓൺലൈൻ ജോബാണ്. ഫിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പോസ്റ്റിംഗ് ഒരു സ്റ്റേഷനിലായിരിക്കില്ല. ഇതും ഒരു ഓൺലൈൻ ജോബാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലൈനിലെല്ലാം പോകേണ്ടി വരും. മീൻസ് നിങ്ങൾ പല സ്റ്റേഷനുകളായിട്ട് മാറിക്കൊണ്ടിരിക്കേണ്ടി വരും. ഒരു ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും അതിൻ്റേതായിട്ടുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റുകളും അതിൻ്റേതായിട്ടുള്ള മറ്റ് ബെനിഫിറ്റുകളും. ഓൺലൈൻ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അലവൻസുകളും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ആ ഒരു അലവൻസും കാര്യങ്ങളൊന്നും നിങ്ങൾ ഓഫീസ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു ഫിക്സഡ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. ഇനി ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതെല്ലാം. പക്ഷേ ഇത് ഇലക്ട്രിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിഗ്രിയുള്ള ആൾക്കും എഴുതാം എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മെക്കാനിക്കൽ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇതിൽ നിങ്ങൾക്ക് മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് വരികയില്ല. കാരണം നിങ്ങൾ CBT 1ലും CBTയിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അതിലുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് വരുള്ളൂ. പക്ഷേ നിങ്ങൾ ലിസ്റ്റ് ഇടുന്ന സമയത്ത് ഇതിലും കൂടെ നിങ്ങളെ കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് മെക്കാനിക്കൽ അറിയണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇനി കാരേജ് ആൻഡ് വാഗൺ ആൻഡ് R&D. കാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്നത് റെയിൽവേയിൽ പാസഞ്ചേഴ്സിന് കൊണ്ടുപോകുന്നതാണ്. പാസഞ്ചേഴ്സിന് കൊണ്ടുപോകാനും ഗുഡ്സിന് കൊണ്ടുപോകാനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ കോച്ചസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വാഗൺ എന്നൊക്കെ പറയും. അപ്പോൾ കമ്പാർട്ട്മെൻറ്റുകൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ. അപ്പോൾ ഈ ഒരു കോച്ചുകളുടെയും വാഗണുകളുടെയും മെയിൻ്റനൻസും കോച്ചുകളുടെയും വാഗണുകളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് കാരേജ് ആൻഡ് വാഗൺ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു സ്റ്റേഷനിൽ പോസ്റ്റിംഗ് കിട്ടാം. ജൂനിയർ എഞ്ചിനീയർ സ്വാഭാവികമായിട്ടും പോസ്റ്റിംഗ് കിട്ടുന്ന പല സ്റ്റേഷനുകളിലായിരിക്കും. മേ ബി ഓർ മേ നോട്ട് ബി. നിങ്ങൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ രണ്ട് രീതിയിലുള്ള ഓൺലൈൻ ആൻഡ് ഫിക്സഡ് ഓഫീസ് വർക്കുകൾ ഉണ്ടാവാറുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഓൺലൈൻ ആൻഡ് ഫിക്സഡ് വർക്കുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഓൺലൈൻ ഒരു ഫിക്സഡ് സ്റ്റേഷനിൽ പോസ്റ്റിംഗ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇനി ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ ഡ്രോയിങ് പ്രൊഡക്ഷൻ ആൻഡ് വർക്ക്ഷോപ്സ്. നമ്മൾ തൊട്ട് മുമ്പ് വേറൊരു ഡിസൈൻ ആൻഡ് ഡ്രോയിങ് പറഞ്ഞിരുന്നു. അത് ഇലക്ട്രിക്കൽ ഡിസൈൻ ആൻഡ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ആണ്. ഇത് മെക്കാനിക്കൽ ഡിസൈൻ ആൻഡ് മെക്കാനിക്കൽ ഡ്രോയിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെയും ഇലക്ട്രിക്കലാർക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അടുത്തത് ഡീസൽ ഷെഡ്.
ഡീസൽ ഷെഡിൽ നമ്മൾ ഡീസൽ ഷെഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ലോക്കുമായി ബന്ധപ്പെട്ട് ഡീസൽ ലോക്കുമായി ബന്ധപ്പെട്ട് മെയിൻ്റനൻസ്, അതിൻ്റെ സർവീസ്, അതിൻ്റെ പ്രൊഡക്ഷൻ, അതുമായി ബന്ധപ്പെട്ട റിപ്പയറിങ് ഇതെല്ലാം ചെയ്യുന്നത് ഡീസൽ ഷെഡുകളിലാണ്. ആ ഡീസൽ ഷെഡുകളിലേക്കുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ആക്ച്വലി ജൂനിയർ എഞ്ചിനീയർ ഡീസൽ മെക്കാനിക്. ദെൻ പവർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. പവർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ പവർ, എന്താ പറയുക, നമ്മൾ ലോക്കോ ആണ് നോർമലി ഡീസൽ പവർ എന്ന് പറയാം. റെയിൽവേയിൽ പവർ ലോക്കോവുമായി ബന്ധപ്പെട്ട് ഉള്ള മെക്കാനിക്കൽ എഞ്ചിനീയറാണ് പവർ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് റെയിൽവേയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ, നമുക്ക് റെയിൽവേക്ക് പലതരത്തിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്. ലോക്കോ പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്, കോച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അവിടെയുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറാണ് പ്രൊഡക്ഷൻ യൂണിറ്റ്. R&D ഡിസൈനിങ് ആൻഡ് റിസർച്ച് ആൻഡ് ഡിസൈൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് R&D. റിസർച്ച് ആൻഡ് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നോർമലി ഫിക്സഡ് ഓഫീസ് വർക്കുകളൊക്കെ ആയിരിക്കും, പക്ഷേ ബാക്കിയുള്ളതൊക്കെ കുറച്ച് മാൻ പവർ ഉള്ള വർക്കുകളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സ്വാഭാവികമായി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത് C1 B2 ഒക്കെയാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് അത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഡിക്കൽ കാറ്റഗറി ഒന്നും ആവശ്യമില്ല. കാരണം അത് നമ്മുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് അവിടെ വരിക. കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുക, അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് ഡീസൽ ഷെഡ്. നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞു, ഡീസൽ ഷെഡിൽ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മെഡിക്കൽ സ്റ്റാൻഡേർഡുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡീസൽ ഷെഡിലുള്ള എല്ലാ ജൂനിയർ എഞ്ചിനീയേഴ്സിനും ഒരേ മെഡിക്കൽ ഷെഡ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും ഒരേ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം നിർബന്ധമൊന്നുമില്ല. ചില അവരെടുക്കുന്ന ജോലികൾക്കനുസരിച്ചുള്ളതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ വരുന്നത്. ഡീസൽ ഷെഡ് നമ്മൾ പറഞ്ഞതാണ്, വർക്ക്ഷോപ്പ് പറഞ്ഞതാണ്, ഡിസൈൻ ഡ്രോയിങ് പറഞ്ഞതാണ്, പ്രൊഡക്ഷൻ യൂണിറ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇനി ഇവിടെ നമ്മൾ S&T സ്റ്റാർട്ട് ചെയ്യാണ്. S&T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ആൻഡ് ടെക്നീഷ്യൻ ആണ്. റെയിൽവേയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സിഗ്നൽ ആൻഡ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നൽ ആൻഡ് ടെക്നീഷ്യനിൽ ടെലികമ്മ്യൂണിക്കേഷൻ ജൂനിയർ എഞ്ചിനീയർ. ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റെയിൽവേയിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. റെയിൽവേയുടേതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്, റെയിൽവേയുടേതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലൈനുകളുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ മോണിറ്ററിംഗ് ഒക്കെയാണ് S&T ടെലികമ്മ്യൂണിക്കേഷൻ ജൂനിയർ എഞ്ചിനീയറുടെ പർപ്പസ്, ജോബ് നേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് R&D സിഗ്നൽ. S&Tയിൽ ഒന്ന് S എന്ന് പറയുന്ന സിഗ്നലാണ്, T എന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ സിഗ്നലുമായി ബന്ധപ്പെട്ട ജൂനിയർ എഞ്ചിനീയറിംഗ്, അതിൻ്റെ മെയിൻ്റനൻസ്, ഇതൊക്കെയാണ്. ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൺലൈൻ ആയിരിക്കാം, അതല്ലെങ്കിലും ഇതുമായിരിക്കും. വർക്ക്ഷോപ്പുകളിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, വർക്ക്ഷോപ്പുകളിലുള്ള അതേപോലെ തന്നെ സിഗ്നൽ സിസ്റ്റംസ്, ഇതൊക്കെ ആണ് ജൂനിയർ എഞ്ചിനീയർ S&T വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോർ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. വളരെ നല്ലൊരു പോസ്റ്റാണിത്. സ്റ്റോർ ഡിപ്പോളുകളിൽ, സ്റ്റോർ എന്ന് പറയുന്ന റെയിൽവേയുടെ മെറ്റീരിയലുകൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റോർ ഡിപ്പോയിൽ നിന്നാണ്. അപ്പോൾ റെയിൽവേയുടെ അസറ്റുകൾ മുഴുവൻ സ്റ്റോറിലാണ് റെയിൽവേ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ മെറ്റീരിയൽ സൂപ്രണ്ട്, അവിടുത്തെ മെറ്റീരിയലുകളുടെ മൊത്തം ഓവറോൾ ഇൻചാർജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. ആ ഒരു പോസ്റ്റാണ് സ്റ്റോർ സൂപ്രണ്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ സൂപ്രണ്ട് എന്നൊക്കെ പറയാം. ഇത് വളരെ നല്ലൊരു ജോലിയാണ്, പക്ഷേ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയാണ്. കാരണം റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ മേലെ ഏറ്റവും കൂടുതൽ ലയബിലിറ്റീസ് വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണിത്. പക്ഷേ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകളും അതിനകത്തുണ്ട്. മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തും അതുകൊണ്ടുണ്ടാകുന്ന ലിയാബിലിറ്റീസ് നമ്മുടെ സർവീസിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. പക്ഷേ നല്ലൊരു ഗ്ലാമർ പോസ്റ്റാണ് ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ കൃത്യമായിട്ടൊരു നോട്ടിട്ട് വെച്ച് കഴിഞ്ഞിട്ട് റെയിൽവേ പറഞ്ഞിട്ടുണ്ട്, ഹയർ ക്വാളിഫിക്കേഷൻ BTech ഓൾസോ ആക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഡിപ്ലോമ ആയതുകൊണ്ട് BTech ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഡിപ്ലോമയുടെ ഹയർ ക്വാളിഫിക്കേഷൻ തന്നെയാണ് BTech. അതുകൊണ്ട് തന്നെ BTech ബിരുദധാരിയായിട്ടുള്ള ഒരാൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് കൃത്യമായിട്ട് റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടെക്നീഷ്യൻ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു BTech അപ്ലൈ ചെയ്യേണ്ട എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പോസ്റ്റുകൾ, പലതരത്തിലുള്ള പോസ്റ്റുകളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പലതരത്തിലുള്ള നേച്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിലെ പല സാധനങ്ങളും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, നമ്മൾ പോസ്റ്റിംഗ് വരുന്ന സമയത്ത് അത് മെർജാവും, പോസ്റ്റുകൾ എന്ത് ചെയ്യും, മെർജാവും. അതിൻ്റെ ഒരു കാറ്റഗറി ഡീറ്റെയിൽസ് ആണ് ഈ രണ്ടാമത്തെ ഒരു ടേബിളിൽ കൊടുത്തത്. നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് ഞാനത് സ്കിപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് വാക്കൻസിയാണ്. ഞാൻ കേരളത്തിനും തൊട്ടടുത്തുള്ള ഡിവിഷനുകൾ മാത്രമാണ്, അല്ലെങ്കിൽ RRBകൾ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ബാംഗ്ലൂരു. പൊതുവെ വാക്കൻസികളൊക്കെ സൗത്തിൽ കുറവാണ്. ഒന്നാമത്തത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ മൊത്തത്തിലുള്ള മൊത്തം വാക്കൻസി എന്ന് പറയുന്നത് 174 ആണ്. ഇതിൽ സിവിൽ വാക്കൻസികളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എല്ലാ ഡിവിഷനിലും, എല്ലാ RRBകളിലും. ബാംഗ്ലൂർ 174 വാക്കൻസിയാണുള്ളത്. ബാംഗ്ലൂരിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വാക്കൻസി ചെന്നൈയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം. ചെന്നൈയിൽ ഏകദേശം 200 സംതിങ് വാക്കൻസി ഉണ്ടെന്ന് തോന്നുന്നു. 273 വാക്കൻസികൾ മൊത്തത്തിലുണ്ട്. പക്ഷേ നിങ്ങൾ 273 എന്ന് പറയുന്നത് എല്ലാ വാക്കൻസികളും കൂടിയിട്ടുള്ളതാണ്.
അതൊരിക്കലും നമ്മളുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം വേക്കൻസി അല്ല. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ പ്രിഫർ ചെയ്യുന്നത്, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അതിൻ്റെ വേക്കൻസി നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഡിവിഷൻ വേണം, ഏത് RRB വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ. ഒരിക്കൽ നിങ്ങൾ RRB ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് RRB എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ വാക്കൻസി മാത്രമായിരിക്കരുത് നിങ്ങളുടെ ഒരു കൺസിഡറേഷൻ. നിങ്ങൾ ഏത് RRBയിലാണോ എക്സാം എഴുതുന്നത് ആ RRBയുടെ പരിധിയിലുള്ള ഡിവിഷനുകളിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിങ്ങുകൾ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചെന്നൈ RRBയിൽ എഴുതി കഴിഞ്ഞാൽ ചെന്നൈ, അതേപോലെ തന്നെ തമിഴ്നാട് റീജിയനിലാണ് നിങ്ങൾക്ക് വരിക. ഇനി സെൻട്രൽ മുംബൈ RRB ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശിൻ്റെ മഹാരാഷ്ട്രയുടെ ബോർഡർ വരുന്ന സ്ഥലങ്ങൾ, കർണാടക മഹാരാഷ്ട്ര വരുന്ന ബോർഡർ വരുന്ന സ്ഥലങ്ങൾ, ആ ഒരു മഹാരാഷ്ട്ര റീജിയനിലാണ് നിങ്ങൾക്ക് മുംബൈ RRB എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരിക. ഇനി കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം RRB എഴുതണം. അത് തിരുവനന്തപുരം RRBയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വാക്കൻസി വളരെ കുറവാണ് തിരുവനന്തപുരം RRBയിൽ. സ്വാഭാവികമായിട്ടും റെയിൽവേയിൽ അത്ര എന്താ പറയുക ഏരിയകളോ അല്ലെങ്കിൽ അത്രയും എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ഒരു റീജിയനാണ് തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വാക്കൻസികൾ സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. ഇനി ഇത് തൊട്ട് മുമ്പ് പറഞ്ഞ 2 RRBകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുംബൈയിൽ കുറച്ചും കൂടെ വാക്കൻസി ഉണ്ട്. ഏകദേശം 600ഓളം വാക്കൻസി ഉണ്ട്, 596 വാക്കൻസി ഉണ്ട്. അതിൽ മുംബൈയിലൊരു പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ സൂപ്രണ്ടിന് 75 വാക്കൻസി ഉണ്ട്. മെറ്റീരിയൽ സൂപ്രണ്ടിന് 75 വാക്കൻസി മുംബൈ RRBയിൽ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ മുംബൈ RRB പോയി കഴിഞ്ഞാൽ നിങ്ങൾ മുംബൈ RRBയിൽ തന്നെ സ്ഥിരമായിട്ട് അവിടെ എവിടെയാണോ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ആവുന്നത്, അതും സെൻട്രൽ റെയിൽവേയിലാണ്. സെൻട്രൽ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാപൂർ ഡിവിഷൻ, പൂനെ ഡിവിഷൻ, മുംബൈ ഡിവിഷൻ, ഈ 3 ഡിവിഷനാണ് സെൻട്രൽ റെയിൽവേയുടെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ തിരുവനന്തപുരം RRB കൂടെ നോക്കാം. തിരുവനന്തപുരം RRB നമുക്ക് വാക്കൻസി വളരെ കുറവുള്ള വളരെ കുറവുള്ള ഒരു RRB ആണ്. മൊത്തം 45 വാക്കൻസിയേ ഉള്ളൂ തിരുവനന്തപുരം RRBയിൽ. ഇതിനകത്ത് ആകെ കുറച്ച് പോസ്റ്റ് തിരുവനന്തപുരം RRBയിലുള്ളൂ. അതിൽ ജനറൽ സർവീസിൽ 6 വാക്കൻസി, TRDയിൽ 5 വാക്കൻസി, ബാക്കിയുള്ള ഒന്നും നമുക്കുള്ളതല്ല. മെറ്റീരിയൽ മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് തിരുവനന്തപുരത്ത് ഇല്ല. പിന്നെ C&Wയിൽ 10 വാക്കൻസി, ടെലി കമ്മ്യൂണിക്കേഷനിൽ 4 വാക്കൻസി, സിഗ്നലിൽ 3 വാക്കൻസി. അപ്പോൾ മൊത്തം 17, 22, 30, 28 വാക്കൻസിയോടെ നമ്മളുടെ റെയിൽവേയിൽ ഈ ഒരു തിരുവനന്തപുരം RRBയിലുള്ളൂ എന്നുള്ളത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ RRB സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൽ പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ആയി ബന്ധപ്പെട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയ സമയത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും RRBയുടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. 9778139987 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.